എല്ലാ രീതിയിലും നമുക്ക് വണ്ടിയുടെ ചേട്ടാ ഇങ്ങനെയൊന്നും എടുക്കല്ലേട്ടാ, ഞാനിപ്പോൾ കൂടെ വന്നേനെ. പൈസ കൂടിയ സാധനത്തിന് പൈസ കൂടിയ പെർഫോമൻസ്. അപ്പോൾ ഫ്യൂലെക്സ് പ്രോ പ്ലസ് ഉണ്ട്, ഹൈ പെർഫോമൻസ് സ്പാർക്ക് പ്ലഗ് കിറ്റ് ആണ്, എയർ ഫ്ലോ എയർ ഫിൽറ്റർ. What's up people, this is Kochi Machan and welcome back to another vlog. So ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മോട്ടോഫാബ് ഗാരേജിലാണ്. ഇവിടെ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വണ്ടി കൂടെ കുത്തിക്കയറ്റിയിട്ടുണ്ട്. അതായത് ഇന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് എൻ്റെ എക്സ്പൾസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഫ്യൂലെക്സ് വെക്കുന്നുണ്ട്, നമ്മുടെ എയർ ഫിൽറ്റർ വെക്കുന്നുണ്ട്, സ്പാർക്ക് പ്ലഗ് മാറ്റുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ടേൺ. അവിടെ ഇതാണ് നമ്മുടെ റൈറ്റ് ടേൺ, നമ്മുടെ യൂസ്ഡ് വണ്ടിയുടെ ഷോറൂമാണ്. അപ്പോൾ ഇവിടെ ആക്റ്റീവ, ഹീറോയുടെ വണ്ടി, വീസ്ട്രോം വെച്ചിട്ടുണ്ട്, ഡോമിനാറ്, പിന്നെ അങ്ങനെ കുറച്ച് വണ്ടികൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടികൾ ഓരോന്നിങ്ങനെ വരും പോവും. അപ്പോൾ അതാണ് ഇങ്ങനെ. ഹലോ ഹായ്. ഓ ഫേസ് കാണിക്കില്ല, ശരി ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് മോട്ടോഫാബ് കേട്ടോ. ഇവിടെ ഒരു FC1000 ഉണ്ട്, എൻ്റെ മോജോ ഇവിടെ ഉണ്ട്, ഇത് നമ്മുടെ WR ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ ആദിത്യൻ്റെ നിഞ്ച S1000 ഹാർലി ഫുൾ വർക്കിന് വന്നേക്കാണ്. ഇവിടെ കുറച്ച് ഓയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, ഇതാണ് നമ്മൾ ലോക്കൽ വണ്ടികൾ പണിയാൻ. 2 എക്സ്പൾസ് ആണ് നമ്മൾ പണിയാൻ പോണത്. ഒരു വണ്ടി ഫുൾ റീസ്റ്റോറേഷനാണ്, അതായത് ഇത് ഷാസി മാത്രമേ ഉണ്ടായുള്ളൂ, എൻജിൻ കൊണ്ടുവന്നു, ഇപ്പോൾ സാധനങ്ങളൊക്കെ പയ്യെ സെറ്റ് ചെയ്യാനാണ്. ഇത് എൻ്റെ വണ്ടിയിൽ ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫ്യൂലെക്സ് പ്രോ പ്ലസ് ആണ് വെക്കാൻ പോണത്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്യൂലെക്സ് പ്രോ പ്ലസ്. ഓക്കെ, അപ്പോൾ ഫ്യൂലെക്സ് പ്രോ പ്ലസ് ഉണ്ട്. നമ്മുടെ എൻഗേജ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പവർ പാർട്സ് അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് സ്പാർക്ക് പ്ലഗ് കിറ്റാണ്. ഇറിഡിയം സ്പാർക്ക് പ്ലഗ്, അതിൻ്റെ കവറും, അതിൻ്റെ 2-3 കവേഴ്സും, പിന്നെ അതിൻ്റെ ഒരു കേബിളും. ഇത് ഹൈ റെസിസ്റ്റൻസ് ഭയങ്കര കുറവാണ് ഈ കേബിളിന്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ലീക്കേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് പിന്നെ നമ്മുടെ എയർ ഫിൽറ്റർ, ഹൈപ്പർ ഫ്ലോ എയർ ഫിൽറ്റർ, സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽറ്ററാണ്. ഇതിൻ്റെ റേറ്റ് 3000 സംതിങ് ആണെന്ന് എൻ്റെ വിശ്വാസം. 3750 രൂപ. ഇതൊക്കെ നമ്മുടെ മോട്ടോഫാബിൽ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ഇതും 5000 രൂപയാണ് ഈ സ്പാർക്ക് പ്ലഗ് കിറ്റിന്. ഫ്യൂലെക്സ് പ്രോ പ്ലസിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 10000 സംതിങ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് 11490. എനിക്ക് ഞാനൊരു ഡിസ്കൗണ്ടിലാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സാധനം ഓർഡർ ചെയ്ത് ഇവിടെ ഫിക്സ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് പയ്യെ പണി തുടങ്ങാം. സോ നമ്മുടെ കാർബറേറ്റർ വണ്ടി ഭയങ്കര ഈസി ആയിരുന്നു നമുക്ക് ട്യൂൺ ചെയ്യാനൊക്കെ. പക്ഷേ FI വണ്ടി വന്നപ്പോഴത്തേക്കും ട്യൂൺ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനാണ് ഫ്യൂലെക്സ് എന്ന് പറയുന്ന സാധനം അവർ ഇറക്കിയിരിക്കണം. പവർട്രോണിക്സ് ആണ്, അവർ ECUം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ അവരുടെ ഫ്യൂലെക്സ് പ്രോ പ്ലസ് ആണ്. പ്രോ ആയിരുന്നു, പ്രോ നമ്മുടെ മോജോയിൽ ഇരിക്കുന്നത്. ഈ മോജോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ഫ്യൂലിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്യൂലെക്സ് പ്രോ പ്ലസ് ഇറങ്ങിയിരിക്കുന്നത് BS6 വണ്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് മെയിൻ ഗുണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ O2 സെൻസർ അല്ലെങ്കിൽ ലാംഡ സെൻസറും ECUവിൻ്റെ ഇടയിലാണ് ഈ സാധനം നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് ഫ്യൂലിംഗ് മാറുമ്പോഴത്തേക്കും നമ്മുടെ ത്രോട്ടിലിൻ്റെ റെസ്പോൺസ് മാറും. ത്രോട്ടിലിന് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും, ഭയങ്കര സ്മൂത്ത് ആവും. ജേർക്കി ആയിട്ടുള്ള ത്രോട്ടിൽ KTM വണ്ടി ഇപ്പോൾ എക്സ്പൾസിന് അങ്ങനെയുണ്ട്, ഒരു ലോ RPM ഭയങ്കരമായിട്ട് ഇങ്ങനെ ജേർക്ക് ആയിക്കൊണ്ടിരിക്കും. അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഫ്യൂലെക്സ് എന്ന് പറയുന്ന സാധനം. സോ അതാണ് നമ്മുടെ ഫ്യൂലെക്സ്. അപ്പോൾ ഇത് നമുക്ക് 10 മാപ്പ് ഉണ്ട്. നമുക്ക് റിച്ച് ആയിട്ട് റൺ ചെയ്യാം, ഫ്യൂല് ലീനിയർ ആയിട്ട് റൺ ചെയ്യാം, ബെറ്റർ പെർഫോമൻസ് മൈലേജും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഒരു ഒപ്റ്റിമം മാപ്പ് നമുക്ക് തന്നെ ഓടിച്ചോടിച്ച് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മോജോയിൽ ഉപയോഗിക്കുന്ന 6 ആണ്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് 6 ആണ്. അതുകൊണ്ട് ഞാൻ 6-ലിട്ടാണ് എപ്പോഴും ഓടിക്കാറ്. പിന്നെ ഉള്ളത് നമ്മുടെ ഹൈ പെർഫോമൻസ് സ്പാർക്ക് പ്ലഗ് കിറ്റ് ആണ് വിത്ത് ഇറിഡിയം സ്പാർക്ക് പ്ലഗ്. ഇറിഡിയം സ്പാർക്ക് പ്ലഗ് യൂസ് എന്ന് വെച്ചാൽ ഇഗ്നിഷൻ നമ്മുടെ ഭയങ്കര അടിപൊളിയായിരിക്കും. കോൾഡ് സ്റ്റാർട്ടിലായാലും എല്ലാത്തിലും മിസ്ഫയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. പിന്നെ എഞ്ചിൻ്റെ ഹെഡിൽ നിന്നുള്ള സൗണ്ട് കുറവായിരിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു സ്പാർക്ക് പ്ലഗ് കിറ്റിൽ നിന്ന് നമുക്ക് യൂസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വയറും എല്ലാ കാര്യവും നോക്കിയാൽ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു സ്പാർക്ക് പ്ലഗ് കിറ്റ്. പിന്നെ ഉള്ളത് പെർഫോമൻസ് എയർ ഫിൽറ്റർ. ഓബിയസ്ലി ബെറ്റർ എയർ ഫ്ലോയ്ക്ക് വേണ്ടി നമ്മൾ വെക്കുന്നതാണ് പെർഫോമൻസ് എയർ ഫിൽറ്റർ. അതും നമ്മൾ വെക്കുന്നുണ്ട്. ഇത് കൂടാണ് എനിക്കൊരു എക്സോസ്റ്റ് കൂടെ ചെയ്യണമെന്നുണ്ട്, നോക്കുന്നുണ്ട്. അവിടെ എക്സോസ്റ്റ് വെച്ച് കൂടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ വിൽ ട്രൈ. പക്ഷേ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. അപ്പോൾ വിഷ്ണു അങ്ങനെ പണി തുടങ്ങിയേക്കാണ് ഗൈസ്. വിഷ്ണു വണ്ടി പീസാക്കാൻ പോണെയാണ്. പീസാക്കി വേറൊരു വണ്ടി ഇത് ഇവിടെ പീസാവുന്നുണ്ട്. ഇത് പീസായിരുന്ന വണ്ടി തിരിച്ച് കയറ്റനാണ്. ഇത് ഒരു പീസ് ഇരിക്കുന്ന വണ്ടി പീസാക്കുന്നു. ഇന്ന് 2 എക്സ്പൾസിൽ കലാപങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വലിയ പണിയില്ലാന്ന് തോന്നുന്നു അല്ലേടാ, പെട്ടെന്ന് കഴിയില്ലേ? അപ്പോൾ ആ ഫ്യൂലെക്സ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ സൂക്ഷിച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ അത് പണി കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഫ്യൂലെക്സ് പിടിപ്പിക്കുന്നത് നമ്മുടെ ഈ വണ്ടിക്ക് O2 സെൻസറിൻ്റെ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് നമ്മുടെ കോയിലിൽ നിന്ന് ഒരു 12 വോൾട്ടിൻ്റെ കണക്ഷനും കൂടെ നമ്മൾ എടുക്കണം കേട്ടോ.
അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ട്രാ വയറിങ് നമ്മുടെ ഈ ഒരു എക്സ്പൾസിൻ്റെ ഉണ്ട്. മോജോയ്ക്ക് അങ്ങനെ ഉണ്ടായില്ല, ഇതിന് അങ്ങനെ ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം. അറിയാത്ത രീതിയിൽ കണക്ട് ചെയ്താൽ അടിച്ചു പോകും, ഫ്യൂലെക്സിൻ്റെ സാധനം അടിച്ചു പോകും കണക്ഷൻ റോങ് ആണെങ്കിൽ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പണി തുടങ്ങാം. നോക്കൂ ഗൈസ്, നമ്മുടെ വണ്ടി ഓൾറെഡി അയച്ചത്. ഇതാണ് നമ്മുടെ ഒരു കണക്ഷൻ വന്ന സ്ഥലം. ഇവിടെ കേട്ടോ, ഈ കോയിലിൻ്റെ ഈ 12 വോൾട്ടിൻ്റെ ലൈനാണ് ഈ ലൈനും പിന്നെ ഒരു കണക്ഷൻ വന്നത് നമ്മുടെ ഇതിൻ്റെ ഈ ലൈൻ, നമ്മുടെ O2 സെൻസറിൻ്റെ ലൈനിലും. ഇത്രയാണ് വന്നത് കണക്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു കണക്ഷൻ ഇതിൻ്റെ സ്വിച്ച് വരും, ഇവിടെ മേളിലൊരു സ്വിച്ച് വരും, അത്രേ ഉള്ളൂ. പിന്നെ എയർ ഫിൽറ്റർ മാറണം, പിന്നെ ഈ സ്പാർക്ക് പ്ലഗ് കിറ്റ് ഇത് ഇവിടെ നിന്ന് ഇത്രയും നമ്മൾ മാറും. അപ്പോൾ ഫ്യൂലെക്സിൻ്റെ നമ്മൾ സാധനം ഇവിടെ വെക്കുന്നു. അതിൻ്റെ അകത്ത് വെച്ചിട്ട് വയറിങ് നല്ല ലെങ്ത്തുള്ള വയറാട്ടോ, അവരുടെ ഫുള്ള് വയർ നല്ല ലെങ്ത് ഉണ്ട്. സ്വിച്ചിൻ്റെ വയറുണ്ട്, സ്വിച്ച് ഇത് ഇവിടെയാണ് സ്വിച്ച് എങ്കിൽ ഇതാണ് സ്വിച്ച് കേട്ടോ, പ്രോ പ്ലസ് സ്വിച്ച്. ഇതാണ് സ്വിച്ച് എങ്കിൽ വയറതേ ഇവിടം വരെ നല്ല നീട്ടുണ്ട്. ഇതുണ്ടോ, ഇത്ര നീട്ടുണ്ട്. അപ്പോൾ ബാക്കി വയർ അവിടെ ചുറ്റി വെക്കുന്നതാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ ടെൻഷൻ. എവിടെ വെക്കും? അതെ, ചെറിയ സ്ഥലമുണ്ട്, എന്നാൽ വണ്ടിക്ക് 1000 cc പവറും വേണമെന്നാണ് പറയണത്. ഗൈസ്, ഇത് നമ്മുടെ ഡോഡോയുടെ വണ്ടിയാണ്. ഡോഡോ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന മെയിൻ ടെക്നീഷ്യനാണ്. അപ്പോൾ അവൻ ഇനി റേസ് ഓടിക്കാൻ തുടങ്ങാൻ പോലെയാണ്. 2V 4V ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനത്തെ പരിപാടി ഇവിടെ ചെയ്തു. ഇത് 2V ആയിരുന്നു, ഇതിപ്പോൾ 4V ആക്കുക. അപ്പോൾ അതിനുള്ള ഫുൾ പരിപാടി, അത് ഫുൾ സ്ട്രിപ്പ് ചെയ്ത് ഫുൾ ഹെഡൊക്കെ മാറ്റി 4 വാൽവ് ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഡോഡോ ചെയ്യണത്. അപ്പോൾ ഡോഡോയ്ക്ക് സിമ്പിൾ എന്ന് വെച്ചാൽ ഈ വണ്ടി നോക്കി ഇതിൽ പണിയാം. അപ്പോൾ ഇതിലില്ലാത്തൊക്കെ ഇതിൽ നിന്നൊന്നും എടുക്കലടാ, ഇതിൽ നിന്നൊന്നും എടുക്കരുതിട്ടാ. എടുക്കാനുള്ള വണ്ടി ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. മെയിൻ രാജ മെയിൻ വന്നു. അപ്പോൾ അതേ കണ്ട സ്വിച്ച് നമ്മൾ പിടിപ്പിച്ചു. സ്വിച്ചിൻ്റെ വയർ ഇങ്ങനെ പോയി ഇതുവഴി എടുത്ത് ഹെഡൊന്നും അഴിക്കേണ്ടി വന്നില്ല. അത് ഈ സെൻറ്ററിൽ കൂടെ ഇവിടെ കൂടി ഇട്ടാൽ കറക്റ്റ് ആ സ്വിച്ചിൻ്റെ ആ വയർ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ കൊണ്ട് ഇതിൽ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യും. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഫ്യൂലെക്സ് ഈസ് വെരി സിമ്പിൾ, വെരി ഈസി. അപ്പോൾ നമ്മുടെ ഫ്യൂലെക്സ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടോ, ഇത്രേ ഉള്ളൂ. ഫ്യൂലെക്സ് വെക്കാൻ നല്ല അടിപൊളി വയറിങ് നമ്മുടെ വിഷ്ണു ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ സ്വിച്ച് വെച്ച് സ്വിച്ച് കറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്ലഗും സ്പാർക്ക് പ്ലഗ് കിറ്റും. എന്തിനാ രാജൻ നമ്മൾ ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത്? എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? പൈസ കൂടിയ സാധനത്തിന് പൈസ കൂടിയ പെർഫോമൻസ്. പൈസ കൊടുത്താൽ പെർഫോമൻസ് കൂടുതൽ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഫ്യൂലെക്സ് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എയർ ഫിൽറ്ററും എൻജിക്കയുടെ സ്പാർക്ക് പ്ലഗും സെറ്റ് ചെയ്യാൻ പോകാം. ഉപയോഗിച്ചാൽ 30% മോർ എയർ ഫ്ലോ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, 30% മോർ എയർ ഫ്ലോ. പിന്നെ ഇത് പ്രീ ഓയിൽഡാണ്. ഇത് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ 1,00,000 കിലോമീറ്ററാണ് അവർ പറയുന്നത്. പിന്നെ എല്ലാ 15,000 കിലോമീറ്ററിലും നമുക്കിത് ഊരി ക്ലീൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് ചുമ്മാ വാഷ് ചെയ്തല്ല, ഇവരുടെ ക്ലീനിങ് കിറ്റ് വെച്ചിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യണം കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ ഫിൽറ്റർ. ഇതിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഫിൽറ്ററിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് തന്നെ അവർ ഇതിൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സാധനം ഉണ്ടോ, അത് തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത്ര നല്ലതെല്ലാം തോന്നണം, നിൽക്കണില്ല. ബട്ട് സ്റ്റിൽ ഇത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ ഫിൽറ്റർ വെക്കാം. സ്റ്റോക്കാണ്, ഒന്നും ചെയ്യാനില്ല. സ്റ്റോക്ക് എയർ ഫിൽറ്റർ ഊരുക, ഇത് കയറ്റുക. ഗൈസ് നോക്കൂ, ഇത് നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്ന് കറണ്ടൊക്കെ വന്നിട്ടുണ്ട്, തീയൊക്കെ വന്ന് രാജന് തൊട്ടപ്പോൾ തന്നെ ഫയറായിരുന്നു. നമ്മുടെ സ്പാർക്ക് പ്ലഗും ഇതാണ് അഡാപ്റ്റർ കേട്ടോ. ഇതിലേക്കാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് കണക്ട് ചെയ്യണേ. അതിപ്പോൾ വിഷ്ണു ഇതിലേക്ക് സെറ്റ് ചെയ്യണേണ്. അത് പിരിച്ച് കറക്റ്റ് ആ സെൻറ്ററിലേക്ക് കറക്റ്റ് കയറി ഇരുന്നിട്ട് വേണം നമുക്ക് ഈ ഒരു സ്പാർക്ക് പ്ലഗ് എൻജിക്കയുടെ ഇറിഡിയം സ്പാർക്ക് പ്ലഗ്. എന്തായാലും 900-1000 രൂപ റേറ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, ഇവിടെ കണ്ട ഈ അറ്റത്ത് ഇറിഡിയം ആയിരിക്കും. പിന്നെ ഗ്യാപ്പൊക്കെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബെറ്റർ പെർഫോമൻസ് ആൻഡ് ഇഗ്നീഷനിൽ മിസ്ഫയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അതാണ് ഈ ഇറിഡിയം സ്പാർക്ക് പ്ലഗിൻ്റെ ഒരു യൂസ്. ഇത് വെച്ചോ, ഞാൻ നമ്മുടെ സ്റ്റോക്ക് സ്പാർക്ക് പ്ലഗ് കാണിച്ചാൽ എന്താണെന്ന് ഉണ്ടോ, ഇതാണ് ഇപ്പോൾ ഇതിൽ ഇരുന്നതാണ്. കണ്ട അറ്റം കണ്ട കാർബൺ ഡെപ്പോസിറ്റൊക്കെ വന്ന് ഗ്യാപ്പ് മാറിയത് കണ്ടോ. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇറിഡിയം സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് സാധനം. ഇത്രയും സാധനങ്ങളുണ്ട്. ഈ കേബിളിൽ ഗുണമെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറവാണ്. അതായത് ഈ കറണ്ട് ഇതിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുള്ളൂ, അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന പറയണേ. പിന്നെ ഇത് നമ്മുടെ സ്പാർക്ക് പ്ലഗ്, ഇത് അഡാപ്റ്റർ. പിന്നെ ഇത് ആ 2 വയറും തമ്മിൽ ജോയിൻ ചെയ്യണ സാധനം, റിഫ്ലെക്സ്ഡാ. എല്ലാ സാധനവും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്പാർക്ക് പ്ലഗ് കിറ്റ് വെച്ചിട്ടുണ്ട്. ഇറിഡിയം സ്പാർക്ക് പ്ലഗിൻ്റെ ഒപ്പം ഫ്യൂലെക്സ് പ്രോ പ്ലസ്, എയർ ഫിൽറ്റർ, എൻഗേജിൻ്റെ, പിന്നെ ഫ്യൂലെക്സിൻ്റെ ആ യൂണിറ്റ് നമ്മൾ ഇവിടെ ആയിട്ട് വെച്ചത്. ഭയങ്കര ക്ലീൻ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ വിഷ്ണു ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ. അപ്പോൾ എൻഗേജിൻ്റെ നമ്മുടെ ഫുൾ സെറ്റ് ഇത് 5000-3500, ഫ്യൂലെക്സിന് 11 രൂപയാണ് റേറ്റ് വന്നേക്കണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ക്വിക്ക് ത്രോട്ടിലൊക്കെ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടിയിൽ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പെർഫോമൻസ് എന്താണെന്ന് നോക്കാം നമ്മുടെ വണ്ടിയുടെ. ഓക്കെ ഗൈസ്, അങ്ങനെ വണ്ടി ആദ്യമായിട്ട് ആദ്യത്തെ സ്റ്റാർട്ടിൽ രാജനൊക്കെ പേടിച്ചു. രാജനൊക്കെ എന്ത് കൂടോത്രോടാ നീ ചെയ്തത്?
ആഹാ. സോ വർക്ക് കഴിഞ്ഞു ഗൈസ്, വർക്ക് കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ 12,000 കിലോമീറ്റർ. വാവ് വാവ്, 12,000 കിലോമീറ്റർ. നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറി. ഇത് വേറെ ഏതൊരു ബ്രേക്ക് പാഡാണ്, 200 രൂപയുടെ ബ്രേക്ക് പാഡാണ്. സ്റ്റോക്ക് നമ്മൾ മാറാൻ പോയാൽ 800 രൂപ എന്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് പാഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. 200 രൂപയുള്ള ബ്രേക്ക് പാഡിന്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ്. തേഞ്ഞ് തീർന്നിട്ട് അറ്റെത്തിയ സോ ബ്രേക്ക് പിടിച്ച് വണ്ടി ഓടിക്കുന്ന ആളാണ്, ഒന്നും അറിയാൻ പാടില്ല. ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഓടിക്കും ഞാനല്ല. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡ് മാറി. ഇപ്പോൾ വിഷ്ണു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്സ് തിരിച്ച് ലോഡ് ചെയ്യണുണ്ട്. ബ്രേക്ക് പാഡ് മാറിയാൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എടുത്ത് അപ്പം തന്നെ കൊണ്ട് ഓടിക്കരുത്. ബ്രേക്കൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് വേണം ഓടിക്കാൻ. അപ്പോൾ അത് ചെയ്ത് ഡോഡോ ആണ് നിൽക്കണം. ഇപ്പം വേണ്ട എന്താ സുഖം. അപ്പോൾ ഡോഡോ ആണ് ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് ഒക്കെ മാറി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ പണി കഴിഞ്ഞു. നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓടിച്ചു നോക്കാം. യെസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. അതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, നമുക്ക് ഓടിച്ചു നോക്കാം. മാക്സിമം ലീൻ മിക്സ്ചറിലാണ് നോക്കാം. എയർ ഫിൽറ്ററും എല്ലാം കൂടെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇതാണ് ഇപ്പോൾ മാക്സിമം ലീനിലെ പെർഫോമൻസ് ആട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ലീൻ മിക്സ്ചറിലാണ് കിടക്കണത്. 1 കേട്ടോ, 1 പൊസിഷൻ 1. ഇനി പയ്യെ നമുക്ക് കുറച്ച് ഹൈവേയിലേക്ക് കയറിയിട്ട് നമുക്ക് റിച്ചിലോട്ട് ഇട്ട് വെക്കാം എന്താന്ന്. സോ യെസ്, ഞാൻ കുറച്ച് ദൂരമായി വണ്ടി ഓടിക്കുന്നു. നമ്മളൊരു 4-5 കിലോമീറ്റർ ഓടിച്ചപ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് മെയിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പോണത്, നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇപ്പോൾ 50 പോകേണ്ട ഒരു RPM അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ 50 പോയാലും എനിക്ക് വണ്ടിയിൽ നിന്നുള്ള ജേർക്കിങ്ങും കാര്യങ്ങളും ഭയങ്കര കുറവാണ് കേട്ടോ. ഇപ്പോൾ 4th-ലായാലും ഇതിപ്പോൾ ഞാൻ 50 ഇട്ട് ഈ കയറ്റം കയറ്റിയാലും വണ്ടിയിൽ നിന്നുള്ള ജേർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ കുറവുണ്ട്. അതിപ്പോൾ ഞാൻ മോഡ് ഇട്ടേക്കണത് 6-ഓ 7-ലോ ആണ് ഞാൻ ഇപ്പം ഇട്ടേക്കണ മോഡ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റിച്ചോ ലീനായിട്ടോ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ആ ലോ എൻഡ് പെർഫോമൻസ് വണ്ടിയുടെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഫ്യൂലെക്സ് വെക്കുമ്പോൾ എയർ ഫിൽറ്റർ മാറണമെന്നോ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് കിറ്റ് മാറണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് മാറിയതുകൊണ്ട് ആ ഒരു വ്യത്യാസം എനിക്ക് ആ രീതിയിൽ ഉണ്ടാവും. അങ്ങനെ സ്പാർക്ക് പ്ലഗ് മാറിയാൽ കൂടുതൽ മിസ് ഫയറും കാര്യങ്ങളും ഉണ്ടാവില്ല. എയർ ഫിൽറ്റർ മാറിയുമ്പോഴത്തേക്കും എനിക്ക് ഹയർ RPMസിൽ വണ്ടി ഡെഡായിട്ട് തോന്നുന്നില്ല. വണ്ടിക്ക് എപ്പോഴും എയർ ഫ്ലോ നല്ല രീതിയിലുണ്ട്. ഹയർ RPMലായാലും നല്ല എയർ ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ അത് കാരണമൊക്കെ നമുക്ക് വണ്ടിയുടെ പെർഫോമൻസിൽ നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഫ്യൂലെക്സ് വെച്ചാലുള്ള മെയിൻ ഒരു ഗുണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മോഡെല്ലാം ലീനായിട്ട് റൺ ചെയ്യണമെങ്കിൽ അങ്ങനെ റൺ ചെയ്യാം, റിച്ചായിട്ട് റൺ ചെയ്യണമെങ്കിൽ അങ്ങനെ റൺ ചെയ്യാം. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് വണ്ടിയുടെ ചേട്ടാ ഇങ്ങനെയൊന്നും എടുക്കല്ലേട്ടാ, ഞാനിപ്പോൾ കൂടെ വന്നേനെ. ഒറ്റ എടുക്കലാ പുള്ളി, എൻ്റെ പോറ്റോ. സോ പയ്യെ പോണോണ്ട് രക്ഷപ്പെട്ട്. ബ്രേക്ക് പാഡ് കുഴപ്പമില്ല കേട്ടോ. 200 രൂപയുടെ ബ്രേക്ക് പാഡാണെങ്കിലും അത്യാവശ്യം പണി നടക്കുന്നുണ്ട്. പക്ഷെ മറ്റേതിൻ്റെ അത്രയും ബൈറ്റില്ല. ബട്ട് യെസ്, നമുക്ക് ഇത് വെച്ച് നമ്മുടെ പണി നടക്കും. നമുക്ക് ബ്രേക്ക് കുറവായിട്ടൊന്നുമില്ല, അത് വെച്ച് നമ്മുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ലാണ്. സോ യെസ്, അപ്പോൾ അതാണ് നമ്മുടെ ഫ്യൂലെക്സ് വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ വ്യത്യാസങ്ങൾ. അപ്പോൾ ലോങ്ങർ റൺസിൽ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പയ്യെ നിങ്ങൾക്ക് അറിയിക്കാം. എന്തായാലും എൻ്റെ മോജോയിൽ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. മോജോയിൽ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് ആ ഒരു പെർഫോമൻസ് കിട്ടണമെങ്കിൽ, ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എക്സോസ്റ്റ് കൂടെ വേണം. ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ആക്കിയാൽ നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫോമൻസ് നമുക്ക് വ്യത്യാസം ഇപ്പോൾ ഉണ്ട്. പെർഫോമൻസ് വ്യത്യാസം ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ആ ഫ്രീ ഫ്ലോ കൂടെ ആയാൽ വണ്ടിക്ക് ഉള്ള റെസ്ട്രിക്ഷൻസൊക്കെ മൊത്തത്തിൽ മാറിയിട്ട് വണ്ടി ഒന്ന് ഓപ്പൺ ആവുള്ളൂ, ഒന്ന് ഫ്രീ ആവുള്ളൂ. അതാണ് ആ ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് എന്ന് നമ്മൾ പറയണത്. അപ്പോൾ അത് ചെയ്താൽ മതി. അതും കൂടെ ചെയ്താൽ സംഭവം സെറ്റാട്ടോ. അപ്പോൾ അത് നമുക്ക് ലീഗലല്ല. ഓ മൈ ഗോഡ് 7 സീരീസ് അതേതാ ബോക്സ്റ്ററോ കറേറ 718 ആണ് എന്തോ. അതാണ് നമ്മുടെ എക്സ്പൾസിന് നമ്മൾ ചെയ്ത സ്മോൾ അപ്ഗ്രേഡ്സ്. സെയിം സംഭവം ഞാൻ നമ്മുടെ 790-ലും ചെയ്യുന്നുണ്ട്. 790-ൽ നമ്മളത് ഉടനെ ചെയ്യുന്നതായിരിക്കും. ഫ്യൂലെക്സ് വിത്ത് എയർ ഫിൽറ്റർ, പെർഫോമൻസ് എയർ ഫിൽറ്റർ. ആ വണ്ടിക്ക് ഇപ്പോഴേ അന്യായ പവറാണ്. പക്ഷേ കുറച്ചും കൂടെ റിഫൈൻഡ് ആൻഡ് കുറച്ചും കൂടെ ഒരു രസമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു സംഭവം ചെയ്യണത് കേട്ടോ. സോ അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ.
വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകളുണ്ട്. നമ്മൾ ചാനൽ അറിയാം കുറച്ച് ഡെഡായി പോയി, വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും കുറച്ച് ഡീമോട്ടിവേറ്റഡ് ആണ്. ബട്ട് യെസ് വിൽ കീപ് ഗോയിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ തന്നെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമുക്കിത് പയ്യെ മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കിൻ്റെ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.